അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ പഠന പരമ്പരയിൽ രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ ചൊല്ലി തീർക്കേണ്ടുന്ന ആയത്തുകളെ സംബന്ധിച്ച് നമ്മൾ പറയുകയുണ്ടായി, സൂറത്തുകളെ സംബന്ധിച്ചും പറയുകയുണ്ടായി. ആ കൂട്ടത്തിൽ ഒരു 2 സൂറത്തുകളെ കൂടി പരിചയപ്പെടുത്തുകയാണ്. ഇത് നമുക്ക് രാത്രിയിൽ നിർവഹിക്കാവുന്ന, രാത്രിയിൽ ചൊല്ലാവുന്ന 2 അധ്യായങ്ങളാണ്. സൂറത്തു സജദ, അതേപോലെ തന്നെ സൂറത്തുൽ മുൽക്ക്. മിക്ക ആളുകൾക്കും മനഃപ്പാടമുള്ളതായിരിക്കും ഈ 2 അധ്യായങ്ങളും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വെള്ളിയാഴ്ചകളിൽ ജുമഅയിലെ സുബഹിയുടെ ഫർദ് നമസ്കാരത്തിൻ്റെ 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം നമ്മൾ സജദ പാരായണം ചെയ്യൽ പുണ്യമുണ്ട്. അതേപോലെ എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യൽ പുണ്യമുള്ളതാണ് തബാറക്ക. ഖബർ ശിക്ഷയിൽ നിന്നൊക്കെ നമുക്ക് രക്ഷയേകുവാൻ പ്രാധാന്യപൂർവ്വം നമ്മൾ നിത്യവും പാരായണം ചെയ്യേണ്ടുന്ന ഒരധ്യായം കൂടിയാണ് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്ക്. ഇതിനെ സംബന്ധിച്ചാണ് മഹാനായ സ്വഹാബി ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമാ മഹാനവറുകൾ പറയുകയാണ്, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ പതിവായിരുന്നു, കാന ലാ യനാമു, അവിടുന്ന് ഉറങ്ങാറില്ലായിരുന്നു, ഹത്താ യഖറഅ അലിഫ് ലാം മീം തൻസീൽ. അലിഫ് ലാം മീം തൻസീൽ എന്ന് പറഞ്ഞാൽ സജദയാണ് ഉദ്ദേശിക്കുന്നത്. അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ എന്നിങ്ങനെ തുടങ്ങുന്ന സൂറത്തു സജദ. വ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്കും. ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യാതെ ഉറങ്ങാറില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഇപ്പോൾ ഈ ഹദീസിൽ നമ്മൾ കേട്ടത് എന്താണ്? കാന ലാ യനാമു ഹത്താ യഖറഅ, അത് പാരായണം ചെയ്യുന്നത് വരെ അവിടുന്ന് ഉറങ്ങാറില്ലായിരുന്നു എന്ന് വരുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്തായി? ഇദാ ദഖല വഖ്തുൻ നൗമി, ഉറക്കത്തിൻ്റെ സമയം പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂല് അത് രണ്ടും പാരായണം ചെയ്യാതെ ഉറങ്ങാറില്ല. അപ്പം ഇത് ഉറക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദിക്റുകളിൽപ്പെട്ട നമ്മൾ പാരായണം ചെയ്യേണ്ടുന്ന 2 സൂറത്തുകളാണ് എന്നാണ് ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. എന്നാൽ മറ്റ് ചില ഹദീസുകളിൽ മൻ ഖറഅഹ, തബാറക്ക സൂറത്തിനെ കുറിച്ച് വന്നിടത്ത് മൻ ഖറഅഹ കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും ആ സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്യുകയാണെങ്കിൽ മനഅഹുല്ലാഹു ബിഹാ മിൻ അദാബിൽ ഖബരി, ഖബർ ശിക്ഷയിൽ നിന്ന് അത് മുഖേന ആ വ്യക്തിക്ക് അള്ളാഹു രക്ഷ നൽകുന്നതാണ് എന്ന് ചില റിപ്പോർട്ടുകൾ കാണുവാൻ സാധിക്കും. അപ്പോൾ പിന്നെ അത് ഉദ്ദേശം എന്തായി? അത് ഉറങ്ങുന്നതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ ചൊല്ലണമെന്നില്ല. മഗ്രിബിൻ്റെ ശേഷം നമുക്ക് രാത്രി സമയത്ത്, രാത്രിയായി കഴിഞ്ഞാൽ ഉറങ്ങുന്നതിൻ്റെ മുമ്പ്, മഗ്രിബിൻ്റെ ശേഷമോ ഇശാക്ക് ശേഷമോ, ഇനി ഒരു രാത്രിയിൽ ഒന്ന് ഉറങ്ങിയിട്ട് പിന്നൊന്ന് ഉണർന്നതിൻ്റെ ശേഷം രാത്രി അവസാനിക്കുന്നതിൻ്റെ മുമ്പോ ഒക്കെ എപ്പോഴായിരുന്നാലും രാത്രിയിലല്ല രാത്രിയിലും അത് പാരായണം ചെയ്യുക എന്ന ഒരു സാധ്യതയും ഒരു വ്യാഖ്യാനവും അത് സംബന്ധമായി വന്നിട്ടുണ്ട്. എന്തായിരുന്നാലും സഹോദരങ്ങളെ, അത് രാത്രിയിൽ ഇനി ഉറങ്ങുന്നതിൻ്റെ മുമ്പായിക്കൊണ്ട് ഈ 2 അധ്യായങ്ങളും പാരായണം ചെയ്യുവാൻ ഒരാൾക്ക് സാധ്യമാവുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും അതിൻ്റെ ഉത്തമമായ രീതി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് എല്ലാവരും, സജദയും 30 ആയത്തുകളാണ്, അതേപോലെ തന്നെ തബാറക്ക സൂറത്തുൽ മുൽക്കും 30 ആയത്തുകളാണ്. നമുക്ക് പഠിച്ചെടുക്കുവാൻ പ്രയാസമൊന്നുമില്ല. നമ്മളെല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ ഡെയിലി ഇത് നമ്മൾ പാരായണം ചെയ്താൽ, മുൽക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേട്ടത് മറക്കരുത്, ഖബർ ശിക്ഷയിൽ നിന്ന് നമുക്ക് ലഘൂകരണം കിട്ടുവാൻ പോലും ഏറെ പ്രാധാന്യപൂർവം അത് നമ്മൾ പാരായണം ചെയ്യേണ്ടുന്ന ആ ഒരു നിയത്തോടുകൂടെയും പാരായണം ചെയ്യാവുന്നൊരു അധ്യായമാണത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഏതായാലും അങ്ങനെ രാത്രിയിൽ പാരായണം ചെയ്യേണ്ടുന്ന, ഉറങ്ങുന്നതിൻ്റെ മുന്നോടിയായിട്ടുമൊക്കെ പാരായണം ചെയ്യാവുന്ന 2 സൂറത്തുകളായി സജദയെയും മുൽക്കിനെയും കൂടി നമ്മൾ പഠിക്കുകയും ഉൾക്കൊള്ളുകയും അത് മനസ്സിലാക്കുകയും പ്രയോഗത്തിൽ കൊണ്ടുവരികയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ ഉള്ള കാര്യങ്ങളെയൊക്കെ അതിൻ്റേതായ ആ ഒരു ആത്മീയമായ മഹത്വവും പ്രാധാന്യവുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നിർവഹിക്കുന്ന സജ്ജനങ്ങളിൽ
നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊക്കെ നമ്മൾ ഓരോ സമയത്ത് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഇതൊക്കെ കൂടി നിർവഹിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കേണ്ടതില്ല. രാത്രിയിൽ ഏതൊക്കെ പല സമയങ്ങളിലായിക്കൊണ്ടതൊക്കെ നമുക്കത് നിർവഹിക്കാം എന്നൊക്കെ ഇപ്പം നമ്മൾ സൂറത്തുകളുടെ കാര്യം പറഞ്ഞിടത്ത് ഇപ്പം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും സമയവും സന്ദർഭവുമൊക്കെ അതിന് വേണ്ടി കണ്ടുകൊണ്ട് നമ്മളതിൽ ഉത്സാഹം കാണിക്കുന്നവരാകണം എന്നാണ് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.